കോഴിക്കോട്ടുകാർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന KSRTCയുടെ ഡബിൾ ഡക്കർ ബസ് കോഴിക്കോട് എത്തിയിരിക്കുകയാണ്. ടൂറിസം വികസനത്തിന് തന്നെ ഒരു നാഴികക്കല്ലാവുമെന്നും പ്രതീക്ഷിക്കുന്നതാണ് ഈ ഡബിൾ ഡക്കർ ബസ്. KSRTCയിലെ ബഡ്ജറ്റ് ടൂറിസം സെൽ എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ഉണ്ട്. അതായത് ഉത്തരവാദിത്ത ടൂറിസം ഏറ്റവും കുറഞ്ഞ നിരക്കിൽ പൊതുജനങ്ങൾക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതിൻ്റെ കൺസെപ്റ്റ്. അതിൻ്റെ ഭാഗമായിട്ട് ആ ബഡ്ജറ്റ് ടൂറിസം സെല്ലിനെ ശക്തിപ്പെടുത്താനാണ് ഈ ഡബിൾ ഡക്കർ സംവിധാനം കൊണ്ടുവന്നത്. നിങ്ങൾക്കറിയാം, തിരുവനന്തപുരം ഡബിൾ ഡക്കർ ഉണ്ട്, മൂന്നാറിലുണ്ട്. മൂന്നാറിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ ആ ഡബിൾ ഡക്കർ കഴിഞ്ഞു. അങ്ങനെ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോഴിക്കോട്ടേക്ക് ഒരു ഡബിൾ ഡക്കർ വന്നത്. അതും പരിസ്ഥിതി സൗഹാർദ്ദമായ EV വെഹിക്കിളാണ് വന്നിരിക്കുന്നത്. റൂട്ട് നമ്മൾ ആദ്യം പ്രതീക്ഷിക്കുന്നത് മാനാഞ്ചിറ ടൗൺ, ബീച്ച്, ഇതിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. കൂടുതൽ യാത്രക്കാർ സഞ്ചാരികൾ വരുന്നത് ബീച്ച് ഏരിയയിലാണ്. അപ്പം പ്രധാന കോൺസെൻട്രേഷൻ ബീച്ച് ഏരിയ, സരോവരം പാർക്ക്, മാനാഞ്ചിറ മെയിൻ ഡെസ്റ്റിനേഷൻസ് ഇതെല്ലാമാണ്. ഭാവിയിൽ അത് ബേപ്പൂര്, ചാലിയം അവിടേക്കൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പദ്ധതികളുണ്ട്. അപ്പർ ഡെക്കിൽ 36 സീറ്റും ലോവർ ഡെക്കിൽ 28 സീറ്റാണ്. 2 റേറ്റിലായിരിക്കും വരിക. റേറ്റ് ഫിക്സ് ചെയ്ത് വന്നിട്ടില്ല. ഏറ്റവും അടുത്ത ദിവസം തന്നെ തുടരും. കുറച്ച് ഒബ്സ്റ്റക്കിൾസ് ഉണ്ട്, അതായത് മരച്ചില്ലകളെല്ലാം ഉണ്ട്. അതെല്ലാം ക്ലിയർ ചെയ്യുന്ന മുറയ്ക്ക് നമുക്ക് ഏറ്റവും അടുത്ത ദിവസം തന്നെ തുടങ്ങും. കോഴിക്കോട് നഗരം കാണാൻ എത്തിയ ഡബിൾ ഡക്കർ ബസ്സിൻ്റെ മേൽഭാഗത്താണ് ഞങ്ങൾ ഇപ്പോഴുള്ളത്. ഇവിടെ ഏകദേശം 36 സീറ്റാണ് ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, മൂന്നാർ, തിരുവനന്തപുരത്തൊക്കെ എത്തിയ ഡബിൾ ഡക്കർ ബസ്സാണ് ഇപ്പോൾ കോഴിക്കോടും എത്തിയിരിക്കുന്നത്. കോഴിക്കോടിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരുപാട് ടൂറിസം സാധ്യതകളുള്ള ഒരു ഭാഗം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ പുതിയ ബഡ്ജറ്റ് ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി എത്തിയ ഈ ഡബിൾ ഡക്കർ ബസ് കോഴിക്കോടിൻ്റെ ടൂറിസം വികസനത്തിന് തന്നെ വലിയ മുതൽക്കൂട്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ക്യാമറമാൻ അരുൺ നിലമ്പൂരിനൊപ്പം KP നിജീഷ് കുമാർ, മാതൃഭൂമി.com.